നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 25ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പോലീസ് വിറ്റ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലങ്ങളെ പറ്റിയാണ്. ഇത് അപൂർവമായ വിവരമാണ്. കാരണം നമ്മുടെ മേധാവിമാർ ഒരു വിവരവും തരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, അവിടെ പല പോലീസ് സ്റ്റേഷനുകളിലും അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പകുതി പോലും അവരുടെ കൈവശം ഇല്ല എന്നും, അത് കയ്യേറ്റ മാഫിയയുടെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് അത് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ളതായിട്ടും കയ്യേറിയിട്ടുള്ളതായിട്ടും പലയിടത്തും കെട്ടിടങ്ങൾ വെച്ചിട്ടുള്ളതായിട്ടും മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 19/9/25 ഞാൻ ആദ്യമായിട്ടൊരു വിവരാവകാശ അപേക്ഷ അവിടുത്തെ അഡീഷണൽ എസ് പിക്ക് ലഭ്യമാക്കി. 16/10/25 അഡീഷണൽ എസ് പി ഒരു മറുപടി തന്നു. ആ മറുപടിയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഒന്ന്, സിവിൽ കേസിൽപ്പെട്ട വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. രണ്ടാമത്, പോലീസിന് ലഭ്യമാക്കിയ സ്ഥലങ്ങളിൽ കുറവുള്ള ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലെ സ്ഥലങ്ങളാണ്. അപ്പോൾ 50 സെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 40 കയ്യിലുണ്ടെങ്കിൽ 10 സെൻറ്റ് അവിടെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് വിവരങ്ങളാണ് ചോദിച്ചത്. ഇപ്പം അഡീഷണൽ എസ് പി ഒരു മറുപടി തന്നു. ഒരു പോലീസ് സ്റ്റേഷനിലെ വിവരം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ആ പോലീസ് സ്റ്റേഷനിൽ 6 ഏക്കറിലധികം സ്ഥലമുണ്ട്. പക്ഷേ 240 ഇപ്പോൾ കൈവശമുള്ളൂ. അതായത് 360 കയ്യിലില്ല. അപ്പോൾ ഞാനൊരു അപ്പീൽ കൊടുത്തു. ഇത് അപൂർണമാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളത് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലെയും വിവരമാണ്. ആയതിനാൽ ഞാൻ എന്നിട്ട് അങ്ങോട്ട് ഓഫർ ചെയ്തു, ഇന്ന പോലീസ് സ്റ്റേഷനിൽ സ്ഥലക്കുറവുണ്ട്, അല്ലെങ്കിൽ സിവിൽ കേസുകളൊക്കെ ഉണ്ട്. ആയതിനാൽ കൃത്യവും വ്യക്തമായ മറുപടി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 26/10/25 ഞാനൊരു അപ്പീൽ കൊടുത്തു. നമ്മുടെ അപ്പീൽ അതോറിറ്റിമാരും മേധാവിമാരും പ്രഗത്ഭരാണ്. കേരള പോലീസിലെ നമ്പർ 1 കേരള പോലീസാണ്. നമ്പർ 1 കേരളമാണ്. പ്രവൃത്ത രാഷ്ട്രീയക്കാരുടെ കാലും കൈയും ഒക്കെ തിരുമിയാണ് മേധാവിമാരൊക്കെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. എങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ദുരൂഹവുമാണ്. കാരണം ഇവരുടെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പരിശോധിച്ചാൽ അങ്ങനെ ആയിരിക്കും. എന്തായാലും മേധാവി ഒരു മറുപടിയും തന്നില്ല. കാരണം ഈ മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് സംശയിക്കാം ന്യായമായിട്ടും. കാരണം ഈ ഉദ്യോഗസ്ഥൻ ഏതാണ്ട് വർഷങ്ങളായിട്ട് ആ ജില്ലകളിൽ സ്ഥിരമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ തരികിടകളെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ എസ് പി. കൂടുതൽ നമ്മൾ പറയുന്നില്ല. എന്തായാലും രേഖകളും തെളിവുകളും ഉള്ള കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാൻ പരിധിയുള്ളൂ. നമ്മുടെ അതിനെ നിവർത്തിയുമുള്ളൂ. ഏതായാലും നമ്മുടെ വിവരാവകാശ കമ്മീഷൻ സാധാരണ 5 കൊല്ലമൊക്കെ കഴിഞ്ഞിന് പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഹിയറിങ്ങിന് വിളിക്കാറുള്ളത്. ഇക്കാര്യത്തിൽ എന്തായാലും ശരി, നമ്മുടെ കമ്മീഷനെ നമ്മൾ അഭിനന്ദിക്കുന്നു. കമ്മീഷന് ഈ പരാതി കിട്ടി, ഒരു 6 മാസത്തിനകം അത് ഹിയറിങ്ങിനെടുത്തു. ഹിയറിങ് നടത്തിയപ്പോഴും അപ്പീൽ ഒരു മറുപടിയും ലഭ്യമാക്കിയില്ല. ഹിയറിങ് നടന്നതിന് ശേഷം എനിക്ക് അപ്പീൽ ഒരു മറുപടി ലഭ്യമാക്കി. അപ്പം ഞാൻ അങ്ങോട്ട് അപ്പീലിൽ പറഞ്ഞിരുന്നു, ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അവിടെ വസ്തു കുറവുണ്ട്, വസ്തു ഈട് വെച്ച് ബാങ്കിൽ നിന്ന് ആളുകൾ ലോൺ എടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ അങ്ങോട്ട് 2 പോലീസ് സ്റ്റേഷനിലെ പറഞ്ഞു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ SPIO ഒരു പോലീസ് സ്റ്റേഷനിലെ വിവരം ലഭ്യമാക്കി. അപ്പീൽ അതോറിറ്റി 2 പോലീസ് സ്റ്റേഷനിലെ ഇതും അപ്പീൽ മറുപടി ലഭ്യമാക്കിയത് 7 മാസത്തിന് ശേഷമുള്ള ആയിട്ടാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്മീഷൻ ഹിയർ ചെയ്തതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ അപ്പീലിന് ഒരു മറുപടിയും ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളത് വിവരാവകാശ നിയമത്തെ സംബന്ധിച്ചോളം ഞെട്ടിക്കുന്നതും ഭീതി പരത്തുന്നതുമായ ഒരു സംഭവമാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 3 പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഒന്ന് വെള്ളത്തൂവലാണ്. ഈ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ മൊത്തമുള്ളത് 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലം. എനിക്ക് തോന്നി 8 സെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഒഴിവാക്കി 2 ഏക്കർ 32 സെൻറ്റ് സ്ഥലം ഫെഡറൽ ബാങ്കിൽ ഈട് വെച്ച് ഒരാൾ ലോൺ എടുത്തു. പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലമാണ്, മൊത്തമുള്ള 240 ബുദ്ധിപൂർവ്വമുള്ളൊരു ഓപ്പറേഷനാണ്. കാരണം പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നതായിരിക്കാം 8 സെൻറ്റ് ഒഴിവാക്കി. ഇല്ലെങ്കിൽ 240 എടുക്കേണ്ടിയിരുന്നു. എന്തായാലും 240 എടുത്തില്ല. അവരെടുത്തത് അല്പം മര്യാദ കാണിച്ചു. ഇപ്പോൾ 2 ഏക്കർ 32 സെൻറ്റ് സ്ഥലം മാത്രമേ ബാങ്കിൽ ഈട് വെച്ച് ലോൺ എടുത്തു. നമ്മൾ മനസ്സിലാക്കണം, ചുമ്മാതെ ഒരാൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി എൻ്റെ സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ വ്യാജരേഖകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. വ്യാജ ടാക്സ് ഉൾപ്പെടെയുള്ള ടോക്കണുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കരം തീർത്ത രസീതൊന്നും കൊടുക്കാതെ ബാങ്കിൽ നിന്ന് ആർക്കും ലോൺ കൊടുക്കത്തില്ല. എന്തായാലും 2 ഏക്കർ 32 സെൻറ്റ് സ്ഥലം വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലേത് ലോണായിട്ട്
ഈ വസ്തു ഈടാക്കി ലോൺ എടുക്കപ്പെട്ടു. ബുദ്ധിമാനായ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലത്ത് പേരിൽ ലോൺ എടുത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും പൈസ തിരിച്ചടയ്ക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് തന്നെ ഇവിടെയും നടന്നിട്ടുണ്ട്. ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നടന്നു. ജപ്തി നടപടിക്ക് ശേഷം സ്ഥലം ലേലം ചെയ്തു. പോലീസിൻ്റെ സ്ഥലമാണ് ലേലം ചെയ്തത്. കാരണം ലോൺ എടുത്ത ആളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. അത് വേറൊരാൾ പിടിച്ചു. ലേലത്തിൽ വേറൊരാൾ സ്ഥലം പിടിച്ച നടപടിക്കെതിരെ നമ്മുടെ പോലീസ് ഉണർന്നു. അപ്പോഴാണ് ഉണരുന്നത്, വർഷങ്ങൾക്ക് ശേഷമാണ് ഉണരുന്നത്. ആദ്യമേ ഈ സംഭവം സംബന്ധിച്ചൊരു നോട്ടീസ് പോലീസിന് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ ആ നോട്ടീസ് പതിച്ച് വെരിഫൈ ചെയ്ത് ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വിൽപ്പന എന്ന വേർഡ് ഉപയോഗിച്ചത്. കാരണം നിയമ നടപടി സ്വീകരിക്കാതെ ഇവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ മാഫിയയെ സഹായിക്കുന്ന നടപടി ഇവിടെ നടന്നിട്ടുള്ളത്. ആ കോടതിയിൽ നിന്ന് അതല്ല എങ്കിൽ ഈ പറയുന്ന ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് പോലീസിന് എപ്പോൾ വിവരം കിട്ടിയോ അപ്പോൾ തന്നെ ആ വിഷയത്തിൽ ഒരു പ്രീ വെരിഫിക്കേഷൻ നടത്തി അത് എങ്ങനെ സംഭവിച്ചിട്ട് ഏതൊക്കെ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ ഒന്നും ഉണ്ടായില്ല. എന്തായാലും ശരി, ജപ്തി നടപടി പ്രകാരം മറ്റൊരാൾ ഈ സ്ഥലം ലേലത്തിനെടുക്കുന്നു. അയാൾ ഇരിക്കുക. അതിനെതിരെ നമ്മൾ ആദ്യമായിട്ട് പോലീസ് ഉണർന്നു, ഒരു പരാതി കൊണ്ടു കൊടുത്തു. ആ പരാതി പ്രകാരം പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലമാണെന്ന് കണ്ടവർ ആ നടപടി അസ്ഥിരപ്പെടുത്തി. പക്ഷേ മറ്റവർ വിടൂല. അവർ ആ നടപടിക്കെതിരെ നീങ്ങിയിട്ടുണ്ട്. അപ്പീൽ പെൻഡിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ നിയമങ്ങൾ നമ്മളിവിടെ ഉണ്ട്. സിവിൽ മാറ്റർ എന്ന വേർഡിൻ്റെ അർത്ഥം ഈ അതിക്രമിച്ച് കിടക്കലോ അതല്ല എങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കിയോ ആരുടെയെങ്കിലും വസ്തു കൈയേറുന്നത് സംബന്ധിച്ച് പരാതി കിട്ടിയാൽ കേസെടുക്കേണ്ട എന്നുള്ളതല്ല. ഒരിക്കലും അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അതിനില്ല. സിവിൽ കേസിൽ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ സ്വഭാവമല്ലാത്ത സിവിൽ മാറ്ററുകളിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്രിമിനൽ സ്വഭാവമുണ്ട്. ക്രിമിനൽ സ്വഭാവം എന്താണെന്ന് നമ്മുടെ IPCയിലും ഭാരതീയ ന്യായ സംഹിതയിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേസെടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടതായിരുന്നു. ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം ഈട് വെച്ച് ഒരാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോയി പരിശോധിച്ച ആളുകൾ എന്തിനാണ് പരിശോധിക്കാൻ പോയത്? അതല്ല എങ്കിൽ അവർക്ക് ഈ സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കാതെ എന്ത് പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്? ഇതെല്ലാം അണ്ടിപ്പരിപ്പിലും ബിരിയാണിയിലും തീരുന്ന വിഷയമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തതാണ്, അവർ മറുപടി തന്നില്ല. വണ്ടിപ്പെരിയാറാണ്. ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ സ്ഥലം കുറവുണ്ടെന്ന്. ഇപ്പം മേധാവി ഇപ്പോൾ പറയുന്നത് 3 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടെന്നാണ്. അതിൽ കുറവുള്ളത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർ കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. വിവരാവകാശാപേക്ഷ ഞാൻ കൊടുത്ത് അതിന് ശേഷമായിരിക്കും ഇവർ ഉണർന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ചില മേധാവിയോ അഡീഷണൽ SP ആരോ ആയിക്കോട്ടെ, ആ 3 ഏക്കറിലെ പകുതി സ്ഥലം അവിടെ നിന്ന് കാണിച്ചു തന്നാൽ ഞാൻ അവർക്കൊരു സമ്മാനം കൊടുക്കാം. 3 ഏക്കറിൻ്റെ പകുതി സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് അവിടെ അതിൽപ്പെട്ട സ്ഥലത്തിൽ ഇപ്പോൾ ചില കെട്ടിടങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ത് ഇൻ്റലിജൻസ് സംവിധാനവും എന്ത് വിജിലൻസ് സംവിധാനവും ഒക്കെ ഉണ്ട് എന്നുള്ളതിൽ കൂടാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ മറ്റേതുമല്ല, പീരുമേടാണ്. അവിടെ സർക്കാർ പോലീസ് ക്വാർട്ടേഴ്സ് പണിയാനും പോലീസ് സ്റ്റേഷനുമായിട്ട് കൊടുത്തിട്ടുള്ള 6 ഏക്കറിൽ കൂടുതൽ സ്ഥലമാണ്. ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുള്ളത് 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലമാണ്. അവിടെ 3 ഏക്കർ 60 സെൻറ്റ് VIP. ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ആരുടെ കൈകളിൽ എത്തപ്പെട്ടു? ഇതിൻ്റെ രാഷ്ട്രീയ ബന്ധം എന്താണ്? ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധമാണ്. ഇതിനൊക്കെ കൂട്ടുനിന്ന ആളുകൾക്കെല്ലാം IPS കിട്ടിയിട്ടുണ്ടോ? ഇതിനെല്ലാം കൂട്ടുനിന്നവർക്കെല്ലാം മെഡലുകൾ കിട്ടിയിട്ടുണ്ടോ? അവരുടെയൊക്കെ സാമ്പത്തികം എന്താണ്? അവർക്കൊക്കെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടോ?
ഇതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഈ വണ്ടിപ്പെരിയാറിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. വർഷത്തിൽ 1-2 തവണയൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരവിടെ വന്ന് പരിശോധിച്ചിട്ടും പത്രസമ്മേളനമൊക്കെ നടത്തി പോകാറുണ്ട്. ഇവരൊക്കെ എന്തിനാണ് അവിടെ വരുന്നത്? ഒന്ന് പുറകോട്ടിറങ്ങി നോക്കിയാൽ അവിടെ എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്നറിയാം. ഗവേഷക ബുദ്ധിയുടെ ഒരാവശ്യമില്ല അവിടെ എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്ന് അറിയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉയർന്ന മേധാവിമാരായാലും മതി, എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. അവിടുത്തെ 3 ഏക്കർ സ്ഥലം ഇവിടെ കിടക്കുകയെന്ന്. ആ 3 ഏക്കർ സ്ഥലത്തിൽ ഇപ്പോൾ ഇവിടെ കെട്ടിടങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് സ്വന്തമായിട്ട് അവരുടെ സ്ഥലത്തെപ്പറ്റി അറിയില്ലയോ? പോലീസിന് ഒരാൾ വസ്തു കയ്യേറിയാൽ നിയമ നടപടി സ്വീകരിക്കാൻ അറിയില്ലയോ? ഇല്ലെങ്കിൽ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഞാൻ തന്നെ നൽകിയ റിപ്പോർട്ടുകളിൽ കേരള പോലീസിന് ഭൂമി സംബന്ധമായ അന്വേഷണം നടത്താൻ പ്രാപ്തിയില്ല, കഴിവില്ല എന്ന് കൃത്യമായി ഞാൻ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി മറിച്ച് അഭിപ്രായമുള്ള ഒരു ഭൂമി സംബന്ധിച്ച് ഒരു കുറ്റപത്രം കോടതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഞാനിതൊരു അപേക്ഷയായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഈ വിഷയങ്ങളിൽ കേസെടുക്കാഞ്ഞത് രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊക്കെ കാരണമാവാം. അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ IPS തന്നെ ശുപാർശ ഈ നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഒരു വേഡിങ് ഉണ്ട്, ക്യാൻ സൂപ്പർവൈസ് കനോട്ട് ഇൻ്റർഫിയർ എന്നാണ്. അതായത് മേലുദ്യോഗസ്ഥന് കേസിൽ സൂപ്പർവൈസ് ചെയ്യാം. നമ്മളിപ്പം പുതിയതായി ചില വെളിപ്പെടുത്തലുകളൊക്കെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് വന്ന പശ്ചാത്തലത്തിൽ കൂടെ ക്യാൻ സൂപ്പർവൈസ് ബട്ട് കനോട്ട് ഇൻ്റർഫിയർ എന്ന ഇവിടെ നടക്കുന്നത് സൂപ്പർവൈസ് ഇല്ല. കാരണം അവർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ അറിയില്ല. ഇൻ്റർഫിയർ ആ പണി ഇവർക്ക് നല്ല കൃത്യമായിട്ടറിയാം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഏത് വിടുപണിയും ചെയ്യാനും നമ്മുടെ IPS സംവിധാനം തയ്യാറാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളതും അതുതന്നെ ആവാം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും മറ്റ് സാമ്പത്തിക ബെനിഫിറ്റുകൾക്ക് വേണ്ടിയും ഈ സ്ഥലങ്ങൾ പോലീസ് അറിഞ്ഞുകൊണ്ട് കൈമാറിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വ്യാജരേഖ ചമയ്ക്കുന്നതിന് ഒത്താശ ചെയ്തതാണ്. ഇല്ലെങ്കിൽ കേസെടുക്കണം. കേസെടുത്ത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇത് നടന്നിട്ടുള്ള ഇന്ന സാഹചര്യത്തിലാണ്, ഇന്ന രീതിയിലാണ്, പോലീസിൻ്റെ സ്ഥലം കയ്യേറിപ്പെട്ടിട്ടുള്ളത് ഇന്ന സാഹചര്യത്തിലാണ്, ഇതിന് ഇന്ന റവന്യൂ രേഖകൾ കൃത്രിമമായിട്ട് ചമച്ചിട്ടുള്ളതാണ്, റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വില്ലേജ് ഓഫീസർ കത്ത് കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം ആ വില്ലേജിൽ സർക്കാർ ഭൂമി അല്ലാത്ത സ്വകാര്യ ഭൂമി ഇല്ലാത്ത വില്ലേജാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അത് അവിടെ വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം ഇനി കണ്ടെത്താനായിട്ട് ഒരു കത്ത് വില്ലേജ് ഓഫീസർ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനെന്തെങ്കിലും പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ആ വില്ലേജിലോ പരിസര വില്ലേജുകളിലോ സർക്കാർ ഭൂമി ഇല്ല. മൊത്തം RBTയുടെ കയ്യിലുണ്ടായിരുന്ന 11,000 ഏക്കറിൽപ്പെട്ട സ്ഥലങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അത് മുഴുവൻ സർക്കാർ ഭൂമിയാണ്. എന്തായാലും ശരി, നമ്മുടെ ഈ ഇൻസ്പെക്ഷൻ അവിടെ പോയ IPSകാർക്കായിട്ട് നമ്മളിത് സമർപ്പിക്കുന്നു. അതിപ്പം SP തൊട്ട് മേലോട്ടുള്ള ആളുകൾക്കായിട്ട്. കാരണം ഈ 3 പോലീസ് സ്റ്റേഷനിലും, അതായത് ഈ സ്വാഭാവികമായിട്ടും SHOയ്ക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം ഈട് വെച്ച ഒരാൾ ലോൺ എടുത്തെന്ന് പറഞ്ഞൊരു നോട്ടീസ് കിട്ടിയാൽ എന്തായാലും SHO അത് മേലോട്ട് അറിയിക്കാതിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ ഒന്നുകിൽ ഈ സിസ്റ്റം ദയനീയ പരാജയമാണ്, അതല്ലെങ്കിൽ നമ്മൾ വെന്റിലേറ്ററിലുള്ള പോലീസ് സിസ്റ്റം ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഈ മേളിലുള്ള ഏതെങ്കിലും ഒരുത്തന് വിവരോ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ ആ നോട്ടീസിലെ വിവരം GDയിൽ രേഖപ്പെടുത്തി പ്രീ വെരിഫിക്കേഷൻ നടത്തി ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് തന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന വണ്ടിപ്പെരിയാറിലെ സ്ഥലം കാണാനില്ലാത്തതിലും പീരുമേട്ടിലെ സ്ഥലം കാണാനില്ലാത്തതിൽ സംബന്ധിച്ചും പോലീസ് വേണമെങ്കിൽ ഒരു പ്രീ വെരിഫിക്കേഷൻ നടത്തിയോ നടത്താതെയോ കേസെടുക്കാം. കാരണം പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇവിടെ പോലീസിൻ്റെ കയ്യിൽ സ്ഥലമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീ വെരിഫിക്കേഷൻ വേണമെങ്കിൽ നടത്താം, വേണ്ടായെങ്കിൽ നടത്തണ്ട. കാരണം പോലീസിൻ്റെ റെക്കോർഡുകൾ പ്രകാരം 3 ഏക്കറുണ്ട് ഒരിടത്ത് 6 ഏക്കറുണ്ട്. 3 ഏക്കർ ഉള്ളിടത്ത് 1.5 ഏക്കറും ഇല്ല, 6 ഏക്കർ ഉള്ളിടത്ത് 3 ഏക്കർ 60 സെൻറ്റും ഇല്ല. സ്വാഭാവികമായിട്ടും പോലീസിന് കേസെടുക്കാനായിട്ട് കൂടുതൽ ഗവേഷണവും നടത്തേണ്ടതായ ആവശ്യമില്ല. എന്തായാലും ഈ സംവിധാനത്തിൻ്റെ മുകളിൽ അടയിരിക്കുന്ന നമ്മുടെ മേധാവിമാർക്ക് ഉയർന്ന DGP വരെയുള്ള ആളുകൾക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.